നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. ഓക്കെ, IAS എന്ന ചുരുക്കരൂപത്തിൽ അറിയപ്പെടുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഈ പറയുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് 1973കളിൽ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ വേർഡിൽ തന്നെ ഉണ്ട്, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്നാണ്. അതായത് ഈ ലോകത്തുള്ള എല്ലാ കമ്പനികൾക്കും കൂടെ ചേർത്ത് ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക. ഓരോ രാജ്യത്തിനും പ്രത്യേകം പ്രത്യേകം സ്റ്റാൻഡേർഡ് എന്നല്ലാതെ ഈ ലോകത്തുള്ള എല്ലാ കമ്പനികളും ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന കണക്ക് ഈ ലോകത്തുള്ള എല്ലാ കമ്പനികളും ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപോലെ ചെയ്യാനായിട്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ 1973 അവരുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക. കാര്യം ഈ പറയുന്ന കണക്ക് ഒരു കമ്പനി മറ്റൊരു രാജ്യത്തെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, ഒരു കമ്പനിക്ക് മറ്റൊരു രാജ്യത്ത് പോയി ബ്രാഞ്ച് തുടങ്ങാം. സോ രാജ്യങ്ങൾ തമ്മിലുള്ള ഡിഫറൻസ് വലിയ പ്രശ്നമാവും. അതായത് ഒരു രാജ്യത്തെ കമ്പനിക്ക് മറ്റൊരു രാജ്യത്ത് ബ്രാഞ്ച് കാണും. അപ്പോൾ ഒരു രാജ്യത്തിന് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും മറ്റൊരു രാജ്യത്തിന് മറ്റൊരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും വന്നാൽ ഇവരുടെ ഫിനാൻഷ്യൽ ഡേറ്റ ഭയങ്കര ബുദ്ധിമുട്ടാവും. അത് ഒഴിവാക്കാനായിട്ട് ഗ്ലോബലി അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അങ്ങ് രൂപീകരിച്ചു. അപ്പോൾ അതായത് ഈ ലോകത്തുള്ള എല്ലാ കമ്പനികൾക്കും ഈ പറയുന്ന IAS ഫോളോ ചെയ്യാം. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് ഫ്രാൻസിലോ അമേരിക്കയിലോ ജപ്പാനിലോ എവിടെയെങ്കിലും ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ഇന്ത്യയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, ജപ്പാൻ്റെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, അമേരിക്കയുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അങ്ങനെ വേണ്ട, ഓൾ ഓവർ ദ വേൾഡിൽ മൊത്തത്തിൽ എല്ലാവർക്കും കൂടെ ഒരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നു. എന്നാ കൊണ്ടുവരുന്നത്? 1973. പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കുക. ഓക്കെ, അത് ഇഷ്യൂ ചെയ്ത സംഘടനയുടെ പേര് മറക്കണ്ട, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി. പക്ഷേ 1973 കൊണ്ടുവന്ന ഈ IAS 2001 കൂടി അവസാനിച്ചു. കാര്യം 2001 ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കമ്മിറ്റി പിരിച്ചുവിട്ടിട്ട് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് പുതിയതായിട്ട് വന്നു. ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് അവർ വന്നിട്ട് ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിനെ അബോളിഷ് ചെയ്തതിന് ശേഷം പകരം IFRS നിലവിൽ കൊണ്ടുവന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നറിയപ്പെടുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇന്ന് ലോകത്തില്ല. ഇത് 2001 അവസാനിച്ചിട്ട് ഇതിന് പകരം ഇന്ന് IFRS ആണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് എന്ന നിലയിൽ ഇന്ന് ലോകത്ത് IFRS ആണ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ആയുസ്, ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ ആയുസ് 1973 തൊട്ട് 2001 വരെയായിരുന്നു. അപ്പോൾ 73 തൊട്ട് 2001 വരെ നമ്മുടെ ലോകത്താകമാനമുള്ള കമ്പനികൾക്ക് പൊതുവിൽ മൊത്തത്തിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓൾ ഓവർ ദ വേൾഡിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലോബലി അക്സെപ്റ്റഡ് ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയതാണ് ഈ പറയുന്ന ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ഇതിനെപ്പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാൻ കാണത്തില്ല, കാര്യം ഇന്നത് നിലവിലില്ല. പണ്ടുണ്ടായിരുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ഈ IFRS ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് എടുക്കാം. എന്നിരുന്നാലും ഓർത്ത് വെച്ചോ, ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നു ഇൻ്റർനാഷണലി ഓൾഡർ വെർഷൻ. ഇവരാണ് തുടങ്ങിയത്. ഇൻ്റർനാഷണലി ഇങ്ങനൊരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് തുടക്കമിട്ടത് ഈ പറയുന്ന IAS, അതായത് ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഇതാണ് പിന്നീട് മാറ്റിയത്. ഓക്കെ, സോ അന്നത്തെ അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഫസ്റ്റ് തിങ് ലോകത്തുള്ള എല്ലാ കമ്പനികളും അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ എല്ലാവർക്കും സ്വീകാര്യമായ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ടാക്കുക. അതായിരുന്നു ഒന്നാമത്തെ പർപ്പസ്. ദെൻ ഇംപ്രൂവ്മെൻറ്റ് ഇൻ റെഗുലേഷൻ ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഓരോ രാജ്യത്തിനും ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നതിനപ്പുറത്തേക്ക് കംപ്ലീറ്റ്ലി ഒരു ഹാർമണൈസേഷൻ, ലോക രാജ്യങ്ങൾ തമ്മിലൊരു ഒത്തൊരുമ ഉണ്ടാക്കുക. അതായത് എല്ലാ രാജ്യത്തെയും കമ്പനികൾക്ക് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നതിന് പകരം എല്ലാവർക്കും അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും ഒരു കോമൺ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിൻ്റെ റെഗുലേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് വരും. എല്ലാ രാജ്യങ്ങൾക്കും അക്സെപ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് രൂപീകരിച്ചു. സോ അതുകൊണ്ട് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും. മറ്റൊന്ന്, ഗ്ലോബൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഫ്രെയിംവർക്ക് കൊണ്ടുവരിക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പോൾ ഒരു രാജ്യത്തെ കമ്പനിക്ക് മറ്റ് പല രാജ്യത്തും ബ്രാഞ്ച് കാണും. ഓരോ രാജ്യത്തിനും ഓരോ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താൽ ഇവരുടെ കമ്പൈൻഡ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് വരും. കാര്യം ഓരോ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ചായിരിക്കും അതാത് ബ്രാഞ്ചുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അത് പിന്നീട് കൺസോളിഡേറ്റ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സഹായിക്കും. ലാസ്റ്റ് വൺ, ക്യാപിറ്റൽ ഫ്ലോ എഫക്റ്റീവ് ആവും. ക്യാപിറ്റൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ബിസിനസ്സിലേക്ക് മറ്റൊരു രാജ്യത്ത് നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് വരാം, ക്യാഷ് ഫ്ലോ വരാം.
ഇപ്പോൾ നമുക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് വേണമെങ്കിൽ അമേരിക്കൻ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ആ സമയത്ത് അമേരിക്കൻ കമ്പനിയുടെ ഫിനാൻഷ്യൽ ഡേറ്റ പരിശോധിക്കാൻ ഇന്ത്യൻ കമ്പനി നോക്കും. ഇപ്പോൾ നമ്മൾ ചുമ്മാ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് അമേരിക്കയിലെ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അവർ ആദ്യം എന്ത് ചെയ്യും? ആ കമ്പനിയെ പറ്റി എല്ലാം പഠിക്കും. എന്നിട്ട് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് മൊത്തം മേടിച്ച് നോക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവാത്ത അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ് അവർ ഫോളോ ചെയ്യുന്നതെങ്കിൽ നമുക്ക് നല്ല ബുദ്ധിമുട്ട് വരും. മറിച്ച് നമ്മളും അവരും ഒരേപോലത്തെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അവരുടെ കമ്പനിയെ പറ്റി നല്ല പോലെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്മൂത്തായിട്ട് നടക്കും. ഇതാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം. രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്, രാജ്യങ്ങൾ തമ്മിൽ ഈ കമ്പനി ബേസിലെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്മൂത്താക്കുക. പകരം ഓരോ രാജ്യത്തിനും ഓരോ അക്കൗണ്ടിങ് നിയമങ്ങളാണെങ്കിൽ വലിയ ബുദ്ധിമുട്ട് വരും. നമുക്ക് മനസ്സിലാവത്തില്ല അവരെന്തോ എഴുതി വെച്ചിരിക്കുന്നതെന്ന്. നമ്മൾ അങ്ങനല്ല ഫോളോ ചെയ്യുന്നത്. അത് ഒഴിവാക്കാനായിട്ടാണ് ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇത് ഇല്ലാതായി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന പേരിൽ ഇവർ അമെൻമെൻറ്റ് ചെയ്ത IFRS ഉണ്ട്. ഇന്ന് ഇൻ്റർനാഷണലി അക്സെപ്റ്റ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇല്ല എന്നല്ല, 2001 ഇത് അവസാനിച്ചു. ഈ ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന കോൺസെപ്റ്റ് അവസാനിപ്പിച്ച് IFRSലോട്ട് മാറി. ഓക്കെ, സോ പണ്ടുണ്ടായിരുന്നത് ഈ രീതിയിൽ IAS എന്നറിയപ്പെടുന്ന ഏകദേശം 41ഓളം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു 2001 വരെ. ഇത് പലതും മാറ്റി പല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ഇന്ന് IFRS വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആ ലിസ്റ്റ് ഒന്ന് കാണിച്ചേക്കാം. IAS 1 തൊട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. IAS എന്നാണ് ചുരുക്കരൂപം. ഓക്കെ, അപ്പോൾ IAS എന്ന് കണ്ടാൽ ഓർക്കുക, ഇത് ഇൻ്റർനാഷണലി ഓൾഡർ വെർഷനാണ്. ഇതല്ല ഇന്ന് ലോകത്താമഗമനം ഫോളോ ചെയ്യുന്നത്. അപ്പോൾ IAS എന്ന പേരിലുള്ള ഇത് ഇന്ന് നിലവിലില്ല. ഇതിനകത്ത് കുറേ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് IFRS വന്നിരിക്കുന്നത്. ദെൻ IAS 6 തൊട്ട് 18 വരെ ഇവിടെ ഉണ്ട്. ഓക്കെ, ദെൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് 19 തൊട്ട് 33 വരെ ഈ ഒരു ലിസ്റ്റിലുണ്ട്. ദെൻ 34 തൊട്ട് 41 വരെ ഈ ലിസ്റ്റിലും ഉണ്ട്. ജസ്റ്റ് ലിസ്റ്റ്. ഓക്കെ, സോ IASനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് അപ്പോൾ പഠിച്ചു പോകേണ്ട കാര്യമില്ല. കാര്യം ഇത് 2001 അവസാനിച്ചല്ലോ. പിന്നെ ഇല്ലാത്ത കാര്യത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സിലബസിലും ഇല്ല, ടെക്സ്റ്റിലും ഇത്രയും വരും. നമുക്ക് ഇങ്ങനൊരു കാര്യം നിലവിലില്ല. പിന്നെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇപ്പോൾ നാളെ കാലത്ത് നിങ്ങൾ വല്ല ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞാലും ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അല്ലല്ലോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ഫോളോ ചെയ്യുന്നത് ഇനി ഞാൻ പഠിപ്പിക്കാനിരിക്കുന്ന IFRS അല്ലേ. അപ്പോൾ നമുക്ക് IFRSനെ പറ്റി കൂടുതൽ അറിഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ 2001 മുതൽ നിലവിൽ വന്ന IFRSനെ പറ്റിയായിരിക്കും അടുത്ത ക്ലാസ്. ഇത് ജസ്റ്റ് ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഇങ്ങനൊരു ഇൻ്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു പണ്ട് 1973. അത് 2001 വരെ ഉണ്ടായിരുന്നു. 2001 ശേഷം അതാണ് മാറി IFRS ആയതെന്ന് ഓർത്ത് വെച്ചേക്കുക. അത് തമ്മിൽ കണക്ഷൻ ഉണ്ട്. ഓക്കെ.